സാർ, ആധുനിക മലയാള സാഹിത്യത്തെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ആധുനിക മലയാള സാഹിത്യം പല ശാഖകളിൽ കൂടെ വളരുന്നുണ്ട്. പക്ഷേ നിലവാരം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്താണ് അതിന് കാരണം? കാരണം അവർക്ക് പരിജ്ഞാനക്കുറവ് തന്നെ, വേറൊന്നുമല്ല. മറ്റേ നമ്മുടെ മലയാള സാഹിത്യത്തിന് അഭിമാനകരമായൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 12ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ. അതുവരെ തമിഴായിരുന്നു കൂടുതൽ. അന്നത്തെ ഈ ശാസനങ്ങളും എല്ലാം തമിഴിലാണ്. ആ 12ാം നൂറ്റാണ്ട് മുതൽ രാമചരിതം ഒരു കൃതി, രാമചരിതം, അത് യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ. രാമായണത്തിലെ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ ഈ രാമചരിതം. അത് തമിഴിലെ വരെ ഞങ്ങളുടെയായിരുന്നു. കാരണം തമിഴ് പദങ്ങൾ ധാരാളമുണ്ട്. അത് ഏതാ വട്ടെഴുത്തോ അതുപോലെ എന്തെഴുത്തിലായിരുന്നു നമ്മൾ പറയുന്നത് അവിടെയാണെന്ന്. അത് ശരി. 13ാം നൂറ്റാണ്ടില് ഈ ചമ്പുക്കള് രാമായണ ചമ്പു, ഭാഷാ നൈഷധ ചമ്പു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ 14ാം നൂറ്റാണ്ടാകുമ്പോൾ നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് ആദ്യമായിട്ടൊരു തർജ്ജമ ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടാകുന്നത് മലയാളത്തിലാണ്. ആദ്യമായിട്ട് മലയാളത്തിലാണ്. കണ്ണശ മാധവ പണിക്കര്. അല്ല, അന്ന് മലയാള ലിപിയാണോ അതോ ഈ വട്ടെഴുത്ത്, കോലെഴുത്ത് അതുപോലുള്ള ലിപികളാണോ? അന്നത്തെ ലിപികൾ എന്താണ്? അന്ന് വട്ടെഴുത്ത്, കോലെഴുത്ത്? ലിപി മലയാള ലിപികൾ തന്നെയാണ്. മലയാളം ലിപി തന്നെ. 12ാം നൂറ്റാണ്ട് രാമചരിതം മുതൽ തുടങ്ങും. 13ാം നൂറ്റാണ്ടിലാകുമ്പോഴാണ് ഈ ചമ്പുക്കള്, രാമായണ ചമ്പു, നൈഷധ ചമ്പു, പിന്നെ ഈ സന്ദേശ കവ്യങ്ങൾ, ഒരു ഉളുനീലി സന്ദേശം 14ാം നൂറ്റാണ്ടാണ്. പിന്നെ നിരണം കവികള്, നിരണത്ത് രാമപ്പണിക്കര്, ശങ്കരപ്പണിക്കര്, മാധവ പണിക്കര്. ഇനി മാധവ പണിക്കരാണ് ഭഗവത്ഗീത തർജ്ജമ ചെയ്തിരിക്കുന്നത്. നിരണം ആദ്യമായിട്ട് കിട്ടുന്ന തർജ്ജമയാണ്. 15ാം നൂറ്റാണ്ടാണ് ചെറുശ്ശേരിയുടെ കാലഘട്ടം. ഒന്നാം തരം ഒരു ഗാന കാവ്യമാണല്ലോ ചെറുശ്ശേരി എഴുതിയിരിക്കുന്നത്, കൃഷ്ണഗാഥ. അതിനെ ജയിക്കാൻ ആ പ്രസ്ഥാനത്ത് വേറെ കൃതി ഒന്നുമില്ല. 16ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ്റെ കാലം. നമ്മളിപ്പോ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ എന്ന് പറയാൻ കാര്യം എന്താണ്? അതിനു മുമ്പ് ഇവരൊക്കെ എഴുതിയിരുന്നില്ലേ? എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയാൻ കാര്യം എന്താ? അവര് മലയാള ഭാഷയ്ക്ക് ഒരു പുതുമ കൊണ്ടുവന്നു, ഒരു നവജീവൻ, ഒരു അടിത്തറ ഒക്കെ ഇട്ട് എഴുത്തച്ഛനാണ്. അതുവരെയില്ല. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, മഹാഭാരതം, അധ്യാത്മരാമായണത്തെക്കാൾ കുറെ കൂടെ മേടിച്ചു നിൽക്കുന്നത് മഹാഭാരതമാണ്. പിന്നെ ഭാഗവതം ആദ്യത്തെ 10 സ്കന്ധം മാത്രമേ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളൂ. മറ്റേതൊക്കെ ശിഷ്യന്മാർ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ അത് 16ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാണിത്. ആ കാലഘട്ടത്തിലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹം പിന്നെ സംസ്കൃതത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മേൽപ്പത്തൂർ നാരായണീയം. പിന്നെ പ്രബന്ധങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അതെല്ലാം സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃതത്തിൽ മാത്രം മേൽപ്പത്തൂര്, മറ്റേ മലയാളത്തിലെ എഴുത്തച്ഛന്. അപ്പോൾ നമ്മൾ ഈ മലയാളത്തിന് ക്ലാസിക് പദവി വേണോ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാവുന്നതാണോ? ക്ലാസിക്കൽ പദവി 12ാം നൂറ്റാണ്ട് മുതലുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. 12ാം നൂറ്റാണ്ട് ക്ലാസിക്കൽ പദവിക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈടിറ്റ ഗ്രന്ഥങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം 14ാം നൂറ്റാണ്ട്, 15ാം നൂറ്റാണ്ടിൽ കൃഷ്ണഗാഥ, 16ാം നൂറ്റാണ്ടിൽ ഉത്തരാർദ്ധ എഴുത്തച്ഛന്, 17ാം നൂറ്റാണ്ട് കഥകളിയുടെ കാലഘട്ടം, ആട്ടക്കഥകൾ 17ാം നൂറ്റാണ്ടാണ്. കൊട്ടാരക്കരത്തമ്പുരാൻ്റെ 8 ദിവസത്തെ കഥകളുണ്ടല്ലോ, അതെല്ലാം 17ാം നൂറ്റാണ്ടാണ്. 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ, 2 പേര് നല്ല പ്രഗത്ഭരല്ലേ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൽ രാമപുരത്ത് വാര്യരെ ജയിക്കാൻ വേറെ ആളും ഇല്ല. തുള്ളൽ പ്രസ്ഥാനത്തിൽ നമ്പ്യാരെ ജയിക്കാനും വേറെ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് 18ാം നൂറ്റാണ്ടാണ്. 19ാം നൂറ്റാണ്ടാകുമ്പം മഹാകാവ്യത്തിൻ്റെ കാലഘട്ടമായി. പിന്നെ ഉള്ളൂരിന് മഹാകരണം, വള്ളത്തോളിൻ്റെ ചിത്രയോഗം, കെ സി കേശവരുടെ കേശവീയം, കട്ടക്കയത്തിൽ ചെറിയന്മാരുടെ ശ്രീ യേശു വിജയം,
പന്തളത്ത് കേരളവർമ്മ തമ്പുരാന്റെ രുക്മാംഗലീലം, അഴകത്ത്, വിജയോദയം, ഇതെല്ലാം 19ാം നൂറ്റാണ്ട് കാലഘട്ടമാണ്. 20ാം നൂറ്റാണ്ട് വന്നപ്പം മോഡേൺ മലയാളം 20ാം നൂറ്റാണ്ട്. അത് മിക്കവാറും 1908 മുതൽ കണക്കാക്കാൻ വേണമെങ്കിൽ ആശാന്റെ വീണപൂവിന് ശേഷം മലയാളത്തിനൊരു പ്രത്യേക ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. ആശാനാണ് അതിന്റെ ഉപജ്ഞാതാവ് വാസ്തവത്തിൽ. 2008. പിന്നെ ഇത് പറഞ്ഞില്ലേ, ഇതിന് നിരൂപണങ്ങള്, ഉപന്യാസങ്ങള്, യാത്രാവിവരണം, അങ്ങനെ പല ശാഖകളിൽ കൂടെ വളർന്നു. നോവല്, ചെറുകഥ. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ ബെന്യാമിന്റെ ആടുജീവിതം സാർ വായിച്ചിരുന്നോ? ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം. ആടുജീവിതം ബെന്യാമിൻ അടുത്ത മാതൃഭൂമിയില് സീരിയലൈസ് ചെയ്തിരുന്നു. ആടുജീവിതം. പ്രവാസി ജീവിതത്തിലാണ്. ഒരാൾ ആടിനെ പോലെ കഴിയേണ്ടി വരുന്നു അറബി രാജ്യങ്ങളിൽ പോയിട്ട്. ആടുജീവിതം അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല ബുക്കായിട്ടാ പറയുന്നത്. നോവലാണ് ആടുജീവിതം. ബെന്യാമിൻ, ഇവിടെ പന്തളംകാരൻ ഒരു പയ്യനാണ് ബെന്യാമിൻ. ഗൾഫിൽ താമസിക്കുന്നതാണ്. അപ്പൊ ഗൾഫിലെ പ്രവാസികളുടെ ജീവിതത്തെ കുറിച്ച് ആടുജീവിതം. സമയം കിട്ടുകയാണെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. വായിച്ചിട്ടില്ല. നമ്മളേത് പറഞ്ഞ നോവൽ എന്തിനെ കുറിച്ച് പൊറ്റക്കാട് ആ ഒരു കാലഘട്ടം നല്ല ഒരു ഉണർവ് വന്ന കാലഘട്ടമായിരുന്നു. പിന്നെ സഞ്ചാര സാഹിത്യത്തിന് പൊറ്റക്കാടിന്റെ സംഭാവനയാണ് മികച്ചു നിൽക്കുന്നത്. സഞ്ചാര സാഹിത്യം തകഴിയാണ് വാസ്തവത്തില് 1ാം സ്ഥാനം. തകഴിക്ക കയർ എന്നുള്ള അത് ഇറങ്ങിയതോടുകൂടി നല്ലൊരു കോൺട്രിബ്യൂഷനാണ് കയർ. ഒരു 2, 3, 4 തലമുറയുടെ കാര്യം പറയുന്നുണ്ട് തകഴി. കൊഴുകുന്ന മറക്കി പിന്നെ ആദ്യം ഈ പള്ളി അച്ഛന്മാരുമായിട്ടുള്ള കുസ്തിയായിരുന്നു ആദ്യം. നോവലുകളൊന്നും എഴുതിയില്ല. വർക്കിസാറിനെ അവർക്ക് അധികം കണ്ടുകൂടാ. പക്ഷെ ഉള്ളതൊക്കെ വെട്ടിത്തുറന്ന് പറയും കൊഴുകുന്ന മറക്കി. എസ് കെ പൊറ്റക്കാട് നല്ല ശൈലിയാണ് പൊറ്റക്കാടിന്റെ. തകഴി, ദേവ്, പൊൻകുന്നമർക്കി, പൊറ്റക്കാട്, പി സി കുട്ടിക്കൃഷ്ണൻ. അയ്യോ, 1 നോവലിസ്റ്റല്ലേ. വീരേന്ദ്രകുമാറിന്റെ പുതിയ യാത്ര വരുന്നുണ്ടല്ലോ ഹിമാലയത്തിലേക്ക്. അതിന്റെ പേര് ഭാരത ഹൈമോദഫോ. സാറേ, ഈ വീരേന്ദ്രകുമാറിന്റെ ഹൈമോദഫോവിൽ എന്ന് പറഞ്ഞ അത് വായിച്ചിട്ടുണ്ടോ? വീരേന്ദ്രകുമാർ വായിച്ചില്ല. കുറച്ച് കാണുന്നുണ്ടല്ലേ? അതൊരു നല്ല യാത്ര വരണമല്ലേ നമ്മള് ഹിമാലയത്തിലേക്കുള്ള? നല്ലൊരു ശൈലിയാണ്. നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ സാറ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നതില്ല, ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട്. ഞാൻ സാറിന്റെ ശിഷ്യനായിരുന്നു 1961, 62 61 അല്ലേ? 61 കാലത്ത് സാറിന്റെ ശിഷ്യനാകാനുള്ള ഭാഗ്യം കിട്ടി. 60-61 കാലത്ത് സാറിന്റെ ശിഷ്യനായിരുന്നു. 60-61 പുള്ളി ഉണ്ടായിരുന്നത്. ഒരു വർഷം